Today our topic is cooling load estimation. എന്താണ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ? നമ്മൾ ഒരു റൂം ഒരു സ്യൂട്ടബിൾ കണ്ടീഷനിൽ അല്ലെങ്കിൽ കംഫർട്ട് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുവെന്ന് കരുതുക. അപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എസ് എന്ന സപ്ലൈ കണ്ടീഷനുള്ള എയർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ റൂം നമുക്ക് ഐ എന്ന നമ്മുടെ ഡിസൈൻ കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എയർ സപ്ലൈ ചെയ്തുകൊണ്ട് ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ആ റൂം ഒരു സ്യൂട്ടബിൾ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുക. അപ്പോൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരുപാട് ഹീറ്റ് സോഴ്സസ് ഉണ്ടാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂമിൽ വെൻറ്റിലേഷൻ ഉണ്ടെങ്കിൽ വെൻറ്റിലേഷൻ വഴി എയർ കയറാം, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പുകൾ വഴി ഔട്ട്സൈഡിൽ നിന്ന് എയർ അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ വിൻഡോസ് ഉണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഗ്യാപ്പിലൂടെ എയർ അകത്തേക്ക് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഹീറ്റ് സോഴ്സ് അകത്തേക്ക് വരുന്നു. അതുമാത്രമല്ല, ഡയറക്റ്റ് സൺലൈറ്റ് റൂമിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ട് എങ്കിൽ അപ്പോൾ അതൊക്കെയും റൂമിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇനി വിൻഡോസൊക്കെ ഉണ്ടെങ്കിൽ ആ വിൻഡോ സൈഡിൽ നിന്ന് ഹീറ്റ് അകത്തേക്ക് വരാം. ഇനി അതുകൂടാതെ റൂമിലുള്ള ഒക്യുപ്മെൻറ്റ്സ് ഹ്യൂമൻ ബോഡി തന്നെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഇനി ഒക്യുപ്പൻസ് ആ റൂമിനകത്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ ആക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും ഹീറ്റ് ലിബറേഷൻ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഹ്യൂമൻ കംഫർട്ട് എന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ റൂമിനകത്ത് മെഷീൻസ് ഉണ്ടെങ്കിൽ ആ മെഷീൻസ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി റൂമിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻസുകൾ ചിലപ്പോൾ ഫാനാകാം, അതല്ലെങ്കിൽ ലൈറ്റ് ആകാം, അതൊക്കെയും ഹീറ്റ് ലിബറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം കൺസിഡർ ചെയ്യാൻ നേരത്ത് ഇതെല്ലാം നമ്മൾ എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന കേസിൽ ഇതൊക്കെയും കൺസിഡർ ചെയ്യണം. കാരണം റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എസ് എന്ന കണ്ടീഷനുള്ള സപ്ലൈ എയർ ഈ വരുന്ന എല്ലാ ഹീറ്റിനെയും റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷനിൽ റൂമിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതായിരിക്കണം. ഇനി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ സപ്ലൈ എയറിന് ഈ ഹീറ്റിനെ എല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ എന്ത് സംഭവിക്കും? റൂം നമ്മൾ ഉദ്ദേശിച്ച കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ദ ടോട്ടൽ ഹീറ്റ് required to be removed from the space in order to bring it at the desired temperature by the air conditioning and refrigeration equipment is known as cooling load. Then the purpose of a load estimation is to determine the size of the air conditioning and refrigeration equipment that is required to maintain inside design conditions ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് മാക്സിമം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മളൊരു റൂമിലേക്ക് വേണ്ടി എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നേരത്ത് അപ്പോൾ ആ റൂമിൽ മാക്സിമം എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഹീറ്റ് സോഴ്സസ് എന്തൊക്കെ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം വേണം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. കാരണം ആ എയർ കണ്ടീഷനിങ് സിസ്റ്റം കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ എയറിന് റൂമിലെ ലോഡ് എടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ റൂമിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കണം. ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ റൂം ഏത് കണ്ടീഷനിലാണല്ലോ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ആ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് സാധിക്കണം. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഹീറ്റ് സോഴ്സുകളാണ് അല്ലെങ്കിൽ എന്തുമാത്രം ലോഡ് എന്തുമാത്രം ലോഡ് ആ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കമ്പോണൻസ് ഓഫ് എ കൂളിംഗ് ലോഡ്. അപ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ കൂളിംഗ് ലോഡിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് സെൻസിബിൾ ഹീറ്റും ലേറ്റൻ്റ് ഹീറ്റും. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അഡീഷൻ ഓഫ് ഹീറ്റ് ടു ദ എൻക്ലോസ്ഡ് സ്പേസ്. അപ്പോൾ ഡയറക്റ്റ് അഡീഷൻ ഓഫ് ഹീറ്റ് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്.
എ ഗെയിൻ ഇൻ സെൻസിബിൾ ഹീറ്റ് ഈസ് സെഡ് ടു ഒക്കർ. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദർ ഈസ് ആൻ അഡീഷൻ ഓഫ് വാട്ടർ വേപ്പർ ടു ദ എയർ ഓഫ് എൻക്ലോസ്ഡ് സ്പേസ്. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ലേറ്റൻറ്റ് ഹീറ്റ്. ദെൻ എ ഗെയിൻ ഇൻ ലേറ്റൻറ്റ് ഹീറ്റ് ഈസ് സെഡ് ടു ഒക്കർ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ലേറ്റൻറ്റ് ഹീറ്റിൽ ഒരു സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. സെൻസിബിൾ ഹീറ്റിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്ന്. അപ്പോൾ നമ്മളൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഈ രണ്ട് ഹീറ്റിനെയും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് ഹീറ്റുകളെയും കൺസിഡർ ചെയ്യണം, സെൻസിബിൾ ഹീറ്റിനെയും ലേറ്റൻറ്റ് ഹീറ്റിനെയും. ബോത്ത് ദീസ് ഹീറ്റ് ഗെയിൻ ഈസ് ടു ബി റിമൂവ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് സമ്മർ എയർ കണ്ടീഷനിങ്. ഇനി നമുക്ക് എന്തൊക്കെയുണ്ട് സെൻസിബിൾ ഹീറ്റ്, ഏതൊക്കെയാണ് സെൻസിബിൾ, ഏതൊക്കെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് നോക്കാം. സെൻസിബിൾ ഹീറ്റ് ഗെയിൻ മേ ഒക്കോർ ഡ്യൂ ടു എനി വൺ ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് സോഴ്സസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. The heat flowing into the building by conduction through exterior walls, floors, ceiling, door and window. അപ്പോൾ ഡോർ വഴി അകത്തേക്ക് കയറുന്ന ഹീറ്റാകാം, അതല്ലെങ്കിൽ ബിൽഡിങ്ങിലെ സീലിംഗ്, ഫ്ലോറ് അല്ലെങ്കിൽ വാൾ വഴി കണ്ടക്ഷൻ വഴി. അപ്പോൾ ഔട്ട്സൈഡ് എയർ, റൂമിൻ്റെ ഔട്ട്സൈഡ് എയർ ഹൈ ടെമ്പറേച്ചറിലാണ്. റൂമിൻ്റെ ഇൻസൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനേക്കാളും കുറഞ്ഞൊരു ടെമ്പറേച്ചറിലാണെങ്കിൽ ആ റൂമിൻ്റെ വാൾ വഴി കണ്ടക്ഷനിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം. അപ്പം അത്തരത്തിൽ റൂമിലേക്ക് സെൻസിബിൾ ഹീറ്റ് ആഡ് ചെയ്യാം. ഇനി ദ ഹീറ്റ് റിസീവ്ഡ് ഫ്രം സോളാർ റേഡിയേഷൻ, അതായത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന എന്തെങ്കിലും രീതിയിലൊരു പ്രൊവിഷൻ. ഇപ്പോൾ നമ്മൾ കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഗ്ലാസ് വഴി സൺലൈറ്റ് കാറിൻ്റെ അകത്തെ സ്പേസിലേക്ക് കയറി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അകത്ത് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടിയും അതൊരു ഡിസ്കംഫർട്ടാണ്. അപ്പോൾ അതുപോലെ സോളാർ റേഡിയേഷന് ഡയറക്റ്റ് റൂമിലേക്ക് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻസ്, അത് വിൻഡോസ് ആകാം, അല്ലെങ്കിൽ ബിൽഡിങ്ങിലുള്ള ഏതെങ്കിലും രീതിയിൽ ഗ്ലാസ്സുകളാകാം. അപ്പോൾ അത്തരത്തിൽ സോളാർ റേഡിയേഷൻ എൻട്രി ചെയ്യുന്നു. അപ്പോൾ അതുമൂലം റൂം ഹീറ്റാവും. അപ്പോൾ അതാണ് അടുത്ത സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഹീറ്റ് കണ്ടക്റ്റഡ് ത്രൂ ഇൻറ്റീരിയർ പാർട്ടീഷൻ ഫ്രം റൂംസ് ഇൻ ദ സെയിം ബിൽഡിംഗ് വിച്ച് ആർ നോട്ട് കണ്ടീഷൻ. ഇപ്പോൾ രണ്ട് റൂമുകൾ അടുത്താണ്, അതിലൊരു റൂം കണ്ടീഷൻ ചെയ്തിരിക്കുന്നു, അടുത്ത റൂം മറ്റേ റൂം കണ്ടീഷൻ ചെയ്യാത്ത റൂമാണ് എങ്കിൽ ആ കണ്ടീഷൻ ചെയ്യാത്ത റൂമിൽ നിന്ന് ഹീറ്റ് കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹീറ്റ് ഗിവൺ ഓഫ് ബൈ ലൈറ്റ്സ്, മോട്ടോർ, മെഷീനറി, കുക്കിംഗ് ഓപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ് എക്സെട്ര. അപ്പോൾ നമ്മൾ റൂമിൻ്റെ കേസ് ആകുമ്പോൾ ഒരു അവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് ഔത്തിൽ നിന്നൊക്കെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. ഇനിയിപ്പോൾ അതല്ല, നമ്മളൊരു കുക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്, അവിടെയാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ടെങ്കിൽ അപ്പോൾ കുക്കിംഗ് പ്രോസസ്സിലൂടെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാകും. ഇനി അതല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഒരുപാട് മെഷീൻസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, അപ്പോൾ അവിടെ മെഷീൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടി ഒരു കംഫർട്ട് കണ്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ മെഷീൻ എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അവിടെ കൺസിഡർ ചെയ്യണം. ദെൻ ദ ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഒക്യുപ്പൻസ്. അപ്പോൾ റൂമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനകത്ത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒക്യുപ്പൻസ് അവർ എന്തുമാത്രം ഹീറ്റാണ് ലിബറേറ്റ് ചെയ്യുന്നത്, അത് അവരുടെ ആക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. അതുപോലെ ഹെൽത്തിനെ, സെക്സിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ദെൻ ദ ഹീറ്റ് ക്യാരിഡ് ബൈ ദ ഔട്ട്സൈഡ് എയർ which leaks in cold infiltrating air through the cracks in doors, windows. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ റൂമിൽ ക്രാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ എയർ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ വിൻഡോയുടെ വിടവുകളിൽ കൂടിയൊക്കെ പുറത്തെ എയർ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പം അത്തരത്തിൽ വരുന്ന എയറിനെയാണ് ഇൻഫിൽട്രേറ്റിംഗ് എയർ എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിൽ ഔട്ട്സൈഡ് എയർ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അതാണ് അടുത്ത രീതിയിലുള്ള ഒരു സെൻസിബിൾ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത്. ദെൻ ഹീറ്റ് ഗെയിൻ ഫ്രം ദ വാൾസ് ഓഫ് ഡക്ട്സ് ക്യാരിയിങ് കണ്ടീഷൻഡ് എയർ ത്രൂ അൺകണ്ടീഷൻഡ് സ്പേസ് ഇൻ ബിൽഡിംഗ്. ഇനി ഡക്റ്റ് വഴിയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്ത എയർ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഡക്റ്റിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം.
ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ദ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു മോയ്സ്ചർ ഇൻ ദ ഔട്ട്സൈഡ് എയർ എൻറ്ററിങ് ദ ഇൻഫിൽട്രേഷൻ. അപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ, അതായത് ക്രാക്കിലൂടെയും വിൻഡോസിൻ്റെ ഒക്കെ ചെറിയ ഓപ്പണിങ്സിലൂടെയൊക്കെ അകത്തേക്ക് കയറുന്ന എയർ, അപ്പോൾ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകാം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ഉണ്ടാകും. ദെൻ ദ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ഒക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഒക്യുപ്മെൻറ്റ്സ് തന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ അവർ വേർക്കുന്നു, അപ്പോൾ ആ രീതിയിൽ ലേറ്റൻറ്റ് ഹീറ്റ് അഡീഷൻ ഉണ്ടാക്കാം. ദെൻ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം എനി പ്രോസസ്സ്. ഇനി നമ്മൾ കണ്ടീഷൻ ചെയ്ത റൂമിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് മൂലം ലേറ്റൻറ്റ് ഹീറ്റ് അഡീഷൻ നടക്കാം. എനിവേ, ദ ടോട്ടൽ ഹീറ്റ് ലോഡ് ടു ബി റിമൂവ്ഡ് ബൈ ദ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ് ഈസ് ദ സം ഓഫ് സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ്. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നേരത്ത് ആ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഈ സെൻസിബിൾ ഹീറ്റിനെയും ഈ ലേറ്റൻറ്റ് ഹീറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ സെൻസിബിൾ ഹീറ്റിനെയും അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റിനെയും എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് റിമൂവ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിച്ചാലേ റൂം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള കപ്പാസിറ്റിയുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നോക്കാൻ പോവുക. ആൻ എയർ കണ്ടീഷനിങ് പ്ലാന്റ് സിസ്റ്റം ഈസ് ഡിസൈൻഡ് ഫോർ എ റെസ്റ്റോറൻറ്റ് വെൻ ദ ഫോളോയിങ് ഡേറ്റ ഈസ് അവൈലബിൾ. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഇതാണ്. ടോട്ടൽ ഹീറ്റ് ഫ്ലോ ത്രൂ ദ വാൾസ്, റൂഫ് ആൻഡ് ഫ്ലോർ. അപ്പോൾ വാൾസിലൂടെയും അതുപോലെ റൂഫിലൂടെയും ഫ്ലോറിലൂടെയും ഉണ്ടാകുന്ന ഹീറ്റ് ഫ്ലോ, റൂമിലേക്ക് വരുന്ന ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് 6.2 കിലോവാട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, സോളാർ ഹീറ്റ് ഗെയിൻ ത്രൂ ഗ്ലാസ് വഴി, ഇപ്പോൾ വിൻഡോസ് അല്ലെങ്കിൽ ഗ്ലാസ് വഴിയൊക്കെ സോളാർ ഹീറ്റ് ഡയറക്റ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 കിലോവാട്ടാണ്. ദെൻ എക്യുപ്മെൻറ്റ് സെൻസിബിൾ ഹീറ്റ് ഗെയിൻ അത് 2.9 കിലോവാട്ടാണ്. എക്യുപ്മെൻറ്റ് ഇപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. മേ ബി ഫാൻ ആകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസ് ആകാം. അപ്പം അത്തരത്തിൽ ആ എക്യുപ്മെൻറ്റ്സ് ലിബറേറ്റ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് 2.9 കിലോവാട്ടാണ്. ദെൻ എക്യുപ്മെൻറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ. ഇനി എക്യുപ്മെൻറ്റിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് 0.7 കിലോവാട്ടാണ്. ഇനി ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ, ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ക്യൂബ് പെർ അവർ എന്ന രീതിയിലാണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ. ഇനി ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 26 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ആണ്. ഇനി ഇൻസൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ഇനി അതോടൊപ്പം തന്നെ മിനിമം ടെമ്പറേച്ചർ ഓഫ് എയർ സപ്ലൈ ടു ദ റൂം, അതായത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ, അതായത് എസ് എന്ന പോയിൻറ്റിൻ്റെ സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ എസ് എന്ന പോയിൻറ്റിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് 17 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് കണ്ടീഷൻ ഒ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാം, ഇൻസൈഡ് കണ്ടീഷൻ ഐ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാം. അതോടൊപ്പം നമുക്ക് തന്നിരിക്കുന്നത് പോയിൻ്റ് എസ്, ആ എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. അപ്പോൾ എസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഒരു പാരാമീറ്ററും കൂടെ ആവശ്യമാണ്. ഇനി ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്രഷ് എയർ സപ്ലൈഡ് ഈക്വൽ ടു 600 മീറ്റർ ക്യൂബ് പെർ അവർ. ഇനി സിറ്റിംഗ് ചെയേഴ്സ് ഫോർ ഡൈനിങ് 50. അപ്പം 50 ആൾക്കാർക്ക് വേണ്ടിയാണ് സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത്.
ദെൻ എംപ്ലോയീസ് സെർവിങ് ദ മീൽ 5. അപ്പോൾ 5 എംപ്ലോയീസാണ് ആ ഒരു റൂമിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് കരുതുക. ദെൻ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ പെർ പേഴ്സൺ ഈക്വൽ ടു 58 വാട്ട്. അപ്പോൾ ഒരു പേഴ്സണിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് 58 വാട്ടാണ്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ പെർ സിറ്റിംഗ് പേഴ്സൺ ഈക്വൽ ടു 44 വാട്ട്. ഒരു പേഴ്സൺ ലിബറേറ്റ് ചെയ്യുന്ന ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 44 വാട്ടാണ്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ പെർ എംപ്ലോയി. അപ്പോൾ ഒരു എംപ്ലോയി ലിബറേറ്റ് ചെയ്യുന്ന ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 76 വാട്ടാണ്. ദെൻ സെൻസിബിൾ ഹീറ്റ് ആഡഡ് ഫ്രം മീൽസ്. അപ്പോൾ മീൽസിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് 0.17 ആണ്. അതുപോലെ തന്നെ മീൽസിൽ നിന്ന് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മീൽസ് മൂലം ലിബറേറ്റ് ചെയ്യുന്ന ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0.3 കിലോ വാട്ടാണ്. ദെൻ മോട്ടർ പവർ കണക്റ്റഡ് ടു ഫാൻ ഈക്വൽ ടു 7.6 കിലോ വാട്ട്. അപ്പോൾ ഇത്രയുമാണ്. ഇവിടെ ഏതൊക്കെ രീതിയിൽ സെൻസിബിൾ ഹീറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ലേറ്റൻറ്റ് ഹീറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുക. ദെൻ ഇഫ് ദ ഫാൻ ഈസ് സിറ്റുവേറ്റഡ് ബിഫോർ ദ കണ്ടീഷണർ ദെൻ ഫൈൻഡ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് എയർ ഡെലിവേർഡ് ടു ദ റൂം ഇൻ മീറ്റർ ക്യൂബ് പെർ അവർ. Then percentage of recirculated air. Then refrigeration load on the coil in tons of refrigeration. Then കോയിലിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും ബൈപ്പാസ് ഫാക്ടറും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റൂമിലേക്ക് നമ്മൾ റൂം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇൻസൈഡ് കണ്ടീഷൻ നമുക്ക് തന്നു, ഔട്ട്സൈഡ് കണ്ടീഷൻ നമുക്ക് തന്നു. ദെൻ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റുകളും അല്ലെങ്കിൽ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റുകളും ലേറ്റൻറ്റ് ഹീറ്റുകളും എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടു. എക്യുപ്മെൻറ്റ് മൂലവും അതുപോലെ തന്നെ പേഴ്സൺസ് മൂലവും എംപ്ലോയി മൂലവും ഒക്കെ ഹീറ്റ് ആഡ് ചെയ്യുന്നു എന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് നമുക്ക് തന്നത്. ഇനി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യണം. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഇതാണ്. റൂം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ റൂം കണ്ടീഷനെ നമ്മൾ ഐ എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ റൂം കണ്ടീഷനിലുള്ള എയർ അത് റീസർക്കുലേറ്റ് ചെയ്ത് വരുന്നു. ആ എയറും ഔട്ട്സൈഡ് എയറും കൂടെ മിക്സ് ചെയ്യുന്നു. ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷൻ എന്താണ്? 35 ഡ്രൈ ബൾബും 26 വെറ്റ് ബൾബും. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നു. ആ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ഫാൻ വഴി നമ്മൾ കൂളിംഗ് കോയിലേക്കൂടെ കടത്തി വിടുന്നു. കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിലെ കണ്ടീഷനാണ് എസ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ സപ്ലൈ കണ്ടീഷൻ. ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 17 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ 17 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂം നമ്മൾ ഈ പറയുന്ന ഈ ഒരു കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ ഇൻസൈഡും ഔട്ട്സൈഡ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് തന്നിട്ടുണ്ട്. ഇനി ഫ്രഷ് എയർ എത്ര എമൗണ്ട് ആണ് ഫ്രഷ് എയറിൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അത് 1600 മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇക്വേഷൻസ് യൂസ്ഡ്. ഇവിടെയും നമുക്ക് ആദ്യം ആ സൈക്കോമെട്രിക് ചാർട്ട് നോക്കാം. ഇൻസൈഡ് കണ്ടീഷൻ ഇതാണ്, ഔട്ട്സൈഡ് കണ്ടീഷൻ ഇതാണ്. ദെൻ ഈ റീസർക്കുലേറ്റഡ് എയറും ഐ എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റഡ് എയറും ഒ എന്ന കണ്ടീഷനിലുള്ള ഔട്ട്സൈഡ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എം. ദെൻ ഈ മിക്സ്ചർ കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുന്നു. കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ് പോയിൻ്റ് എസ്, അല്ലെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് എസ്.
ദെൻ ഈ പോയിൻ്റസ് കണ്ടീഷനിലുള്ള എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ റൂമിനെ ഐ എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ സാധാരണ സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ വരയ്ക്കുന്ന അതേ കാര്യങ്ങളാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ വരച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റൂം ടോട്ടൽ ഹീറ്റ് ഉണ്ട്. റൂം ടോട്ടൽ ഹീറ്റ് എങ്ങനെ കാണും? MS ഇൻറ്റു HI മൈനസ് HS. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം ടോട്ടൽ ഹീറ്റ്, അല്ലെങ്കിൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ പ്ലസ് റൂം ലേറ്റൻറ്റ്. ദെൻ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ADP ഡിവൈഡ് ബൈ എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ADP. അതാണ് TDS മൈനസ് ADP ഡിവൈഡ് ബൈ TDM മൈനസ് ADP. ഇനി നമുക്ക് ഡിസ്ചാർജ് തന്നാൽ എങ്ങനെ മാസ് കാണും? മാസ് ഈസ് ഇക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. ഇനി അതുപോലെ തന്നെ കൂളിംഗ് കോയിലിൻ്റെ ലോഡ്. കൂളിംഗ് കോയിലിൻ്റെ ഇല്ലറ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് എമ്മും കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് എസ്സും ആണ്. അങ്ങനെയെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ലോഡ് എങ്ങനെ കിട്ടും? MS, കൂളിംഗ് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് MS ആയിരിക്കും. MS ഇൻറ്റു HM മൈനസ് HES. ഇപ്പം ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത് വരിക. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഐയും എമ്മും ഒയും എസ്സും ഒക്കെ എവിടെ വരുന്നു എന്നുള്ള ലൊക്കേഷനാണ്. ഇനി അതിൽ നമുക്ക് ഐ മാർക്ക് ചെയ്യാൻ സാധിക്കും, ഒയും മാർക്ക് ചെയ്യാൻ സാധിക്കും. ബാക്കി എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മാർക്ക് ദ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ കണ്ടീഷൻസ് ഓഫ് എയർ ഓൺ ദ സൈക്കോമെട്രിക് ചാർട്ട് അസ് പോയിന്റ് O ആൻഡ് I. അപ്പോൾ നമുക്ക് ഒയും ഔട്ട്സൈഡ് കണ്ടീഷനും ഇൻസൈഡ് കണ്ടീഷനും മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഔട്ട്സൈഡിൻ്റെയും ഇൻസൈഡിൻ്റെയും നമുക്ക് 2 പാരാമീറ്റേഴ്സ് വെച്ച് തന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ലൊക്കേറ്റ് പോയിൻ്റ് A, അതായത് പോയിൻ്റ് A നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? ഈ OE നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, ഐയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് A. പോയിൻ്റ് A മീൻസ് ക്യാപിറ്റൽ A. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ A ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുന്നു. ദെൻ അതിനുശേഷം അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് A, ക്യാപിറ്റൽ A. ഇനി നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് ഒയും ഐയും എയും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഒയിലെ എല്ലാ കാര്യങ്ങളും ഐയിലെ എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ എയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പം നമ്മളിവിടെ എഴുതുന്നത് സ്പെസിഫിക് വോളിയം ഓഫ് എയർ അറ്റ് പോയിൻ്റ് O. പോയിൻ്റ് Oയിലെ സ്പെസിഫിക് വോളിയം നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടുന്നു. VSO ഈക്വൽ ടു 0.897 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി പോയിൻ്റ് Oയിലെ എൻതാൽപ്പി കിട്ടുന്നു HO 80.6. ദെൻ പോയിൻ്റ് Iയിലെ എൻതാൽപ്പി HI ഈക്വൽ ടു 58.2. ദെൻ പോയിൻ്റ് Aയിലെ എൻതാൽപ്പി HI ഈസ് ഈക്വൽ ടു 66. അപ്പോൾ നമുക്ക് ഓയിലെ എൻതാൽപ്പി കിട്ടാൻ ഒരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരയ്ക്കുമ്പോൾ അത് ആ എൻതാൽപ്പി സ്കെയിലിൽ എവിടെയാണ് വന്ന് മീറ്റ് ചെയ്യുന്നത് അവിടുത്തെ വാല്യൂ. അപ്പോൾ അതുപോലെ ഐയിലെയും എയിലെയും എൻതാൽപ്പി നമുക്ക് കിട്ടും. ദെൻ നമുക്കിനി അടുത്ത് കാണേണ്ടത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ വോളിയം നമുക്ക് 400 മീറ്റർ ക്യൂബ് പെർ അവർ എന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ അതിൻ്റെ ഫ്ലോ റേറ്റ് 400 മീറ്റർ ക്യൂബ് പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ എന്ന് പറയുമ്പം ഔട്ട്സൈഡിലുള്ള എയർ വിൻഡോസ് വഴിയോ അല്ലെങ്കിൽ ചെറിയ ക്രാക്ക് വഴിയോ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറാണ്. അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്താലും അതുമൂലം റൂമിലെ സെൻസിബിൾ ഹീറ്റും ലേറ്റൻ്റ് ഹീറ്റും കൂടാം. ഇനി ആ സെൻസിബിൾ ഹീറ്റിനെയും ലേറ്റൻ്റ് ഹീറ്റിനെയും വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ മാസ് ഓഫ് ഇൻഫിൽട്രേഷൻ എയർ നമ്മളതിനെ ഇൻഫ് എന്ന് വിളിച്ചു, ഈക്വൽ ടു ആ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 400
ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം 0.897 എന്ന് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. കറസ്പോണ്ട് ടു പോയിൻറ്റ് O. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് മാസാണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് റൂമിനകത്തേക്ക് കയറുന്നത് എന്ന് കിട്ടും. 446 കിലോഗ്രാം പെർ അവർ മാസാണ് ഇൻഫിൽട്രേഷനിലൂടെ റൂമിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന എയറിൻ്റെ മാസ് 446 കിലോഗ്രാം പെർ അവറാണ്. ദെൻ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ എയർ. ഇനി ഇത്തരത്തിൽ ഇൻഫിൽട്രേഷനിലൂടെ എയർ അകത്തേക്ക് കയറുന്നു. ആ കയറുന്ന എയർ മൂലം റൂമിലേക്ക് ആഡ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എത്രയാണെന്ന് കാണണം. അപ്പോൾ അതാണ് സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ എയർ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇൻഫിൽട്രേഷൻ എയറിൻ്റെ മാസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ്. എൻതാൽപ്പി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ എ ഒക്കെ മാർക്ക് ചെയ്തത്, അതായത് ഈ എ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ മൂലം ഉണ്ടാകുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ HA മൈനസ് HI ആണ്. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാലോ ഈ HO മൈനസ് HA ആണ്. അപ്പോൾ ഈ എൻതാൽപ്പി ഡിഫറൻസിൻ്റെ കൂടെ നമ്മൾ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻസിബിൾ ഹീറ്റ് HA മൈനസ് HI. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നതാണ് HO മൈനസ് HA. അതായത് ഈ സെൻസിബിൾ ഹീറ്റും ഈ ലേറ്റൻ്റ് ഹീറ്റും ആര് മൂലമാണ് റൂമിലേക്ക് ആഡ് ചെയ്യുന്നത്? ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന എയർ മൂലം. അപ്പോൾ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എഴുതി മാസ് ഓഫ് ദ ഇൻഫിൽട്രേഷൻ എയർ ഇൻറ്റു HA മൈനസ് HI. ഞാൻ ഡയഗ്രത്തിൽ ഇപ്പോൾ കാണിച്ചു HA മൈനസ് HI. അപ്പോൾ അവിടെ എയിലെ എൻതാൽപ്പിയും ഐയിലെ എൻതാൽപ്പിയും നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ആ വാല്യൂ 0.97 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പം ഇൻഫിൽട്രേഷൻ എയർ മൂലം റൂമിലേക്ക് ആഡ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0.97 കിലോ വാട്ടാണ്. ഇനി ലേറ്റൻ്റ് ഹീറ്റാണ്. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? HO മൈനസ് HA. അപ്പോൾ മാസ് ഓഫ് ദ ഇൻഫിൽട്രേഷൻ എയർ ഇൻറ്റു HO മൈനസ് HA. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 1.8 കിലോ വാട്ട്. അപ്പോൾ ഇൻഫിൽട്രേഷൻ എയർ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നത് മൂലം ആഡ് ചെയ്യുന്ന ലേറ്റൻ്റ് ഹീറ്റ് എത്രയാണ്? 1.8 കിലോ വാട്ട്. ഇനി നമുക്ക് അടുത്തത് റൂമിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന ഓക്യുപ്പൻസ്, അതായത് വ്യക്തികൾ മൂലം ഉണ്ടാകുന്ന സെൻസിബിൾ ഹീറ്റും ലേറ്റൻ്റ് ഹീറ്റും എത്രയാണെന്ന് കാണണം. അതായത് റൂമിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന ഓക്യുപ്പൻസ് അവർ എത്ര എമൗണ്ട് സെൻസിബിൾ ഹീറ്റും എത്ര എമൗണ്ട് ലേറ്റൻ്റ് ഹീറ്റുമാണ് റൂമിലേക്ക് കൊടുക്കുന്നതെന്ന് അറിയണം. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഫ്രം പേഴ്സൺസ്. അപ്പോൾ ഒരു വ്യക്തി മൂലം ഉണ്ടാകുന്ന സെൻസിബിൾ ഹീറ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെൻസിബിൾ ഹീറ്റ് ഗെയിൻ പെർ പേഴ്സൺ അത് 58 ആണ്. നമുക്ക് എത്ര വ്യക്തികൾ ആ റൂമിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്? 50 പേര്. സോ 58 ഇൻറ്റു 50 ഈക്വൽ ടു 2900 വാട്ട് ഈക്വൽ ടു 2.9 കിലോ വാട്ട്. അപ്പോൾ ആ റൂമിലുള്ള വ്യക്തികൾ അവരിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ടോട്ടൽ വാല്യൂ ആണ്, സെൻസിബിൾ ഹീറ്റിൻ്റെ വാല്യൂ ആണ് 2.9 കിലോ വാട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതേ വ്യക്തികൾ മൂലം ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന ലേറ്റൻ്റ് ഹീറ്റ് എത്രയാണെന്ന് കാണണം. അപ്പോൾ ലേറ്റൻ്റ് ഹീറ്റ് ഗെയിൻ ഫ്രം പേഴ്സൺസ് ഈക്വൽ ടു എത്രയാ? ഒരു വ്യക്തി മൂലം ലിബറേറ്റ് ചെയ്യുന്ന ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 44 വാട്ട്. അങ്ങനെ എത്ര വ്യക്തികളുണ്ട്? 50 പേരുണ്ട്. സോ 44 ഇൻറ്റു 50 ഈക്വൽ ടു 2200 വാട്ട്, ദാറ്റ് ഈസ് 2.2 കിലോ വാട്ട്. അപ്പോൾ ടോട്ടൽ 50 പേരിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 2.2 കിലോ വാട്ടാണ്. ദെൻ ഇനി എംപ്ലോയീസ് എടുക്കാം, അതായത് റൂമിനകത്തുള്ള എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന സെൻസിബിൾ ഹീറ്റ് എത്രയാണ്? ഒരു എംപ്ലോയിയുടെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് 58 ആണ്. ഇൻറ്റു എത്ര എംപ്ലോയീസ് ഉണ്ട്? 5 എംപ്ലോയീസ്. അപ്പോൾ നമുക്ക് 0.29 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പോൾ റൂമിനകത്തുള്ള 5 എംപ്ലോയീസിന് മൂലം റൂമിൽ
ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0.29 കിലോ വാട്ടാണ്. ഇനി എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന ലേറ്റൻറ്റ് ഹീറ്റ് എത്രയാണെന്ന് കാണണം. ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ഫ്രം എംപ്ലോയീസ്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ലേറ്റൻറ്റ് ഹീറ്റ് എത്ര ഇൻറ്റു നമ്പർ ഓഫ് എംപ്ലോയീസ്. ഒരു എംപ്ലോയിയുടെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് 76 ആണ്. സോ 76 ഇൻറ്റു 5 ഈക്വൽ ടു 380 വാട്ട്. അപ്പോൾ അതായത് 0.38 കിലോ വാട്ട്. അപ്പോൾ 5 എംപ്ലോയീസ് മൂലം റൂമിലേക്ക് ആഡ് ചെയ്യുന്ന ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0.38 കിലോ വാട്ട്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടു എത്ര സെൻസിബിൾ ഹീറ്റ് ഉണ്ട് നമ്മൾ കണ്ടു. മെഷീൻസ് മൂലം അല്ലെങ്കിൽ കണ്ടക്ഷൻ മൂലം അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എയർ മൂലം പേഴ്സൺസ് മൂലം എംപ്ലോയീസ് മൂലം ഒക്കെ സെൻസിബിൾ ഹീറ്റും അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ആ സെൻസിബിൾ ഹീറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എത്രയാണെന്ന് ആഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ RSH എന്ന് വിളിക്കുന്നു, റൂം സെൻസിബിൾ ഹീറ്റ്. ഇതാണ് നമ്മളെ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ്. അതിനകത്ത് ആരൊക്കെയുണ്ട്? ടോട്ടൽ ഹീറ്റ് ഫ്ലോ ത്രൂ ദ വാൾസ്, റൂഫ് ആൻഡ് ഫ്ലോർ, then solar heat gain through glass, plus equipment sensible heat gain, plus sensible heat gain due to infiltration air, plus sensible heat gain from persons, plus sensible heat gain from employees, plus sensible heat added from meals. അപ്പോൾ ഇത്രയും സെൻസിബിൾ ഹീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് 15.43 കിലോ വാട്ട് കിട്ടും. അപ്പോൾ ഇതാണ് റൂം സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ റിമൂവ് ചെയ്യേണ്ട ടോട്ടൽ റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നതാണ് 15.43 കിലോ വാട്ട്. ദെൻ അടുത്തതാണ് ഇതുപോലെ ടോട്ടൽ ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? RLHനകത്ത് എക്യുപ്മെൻറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ട്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ എയർ ഉണ്ട്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ഫ്രം പേഴ്സൺസ് ഉണ്ട്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ഫ്രം എംപ്ലോയീസ് ഉണ്ട്. ദെൻ ലേറ്റൻറ്റ് ഹീറ്റ് ആഡഡ് ഫ്രം മീൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ 5.38 കിലോ വാട്ട് എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ റൂം ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ ഏതൊക്കെ റിമൂവ് ചെയ്യണം? ഈ സെൻസിബിൾ ഹീറ്റിനെയും റിമൂവ് ചെയ്യണം, ഈ ലേറ്റൻറ്റ് ഹീറ്റിനെയും റിമൂവ് ചെയ്യണം. ദെൻ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണാം. എങ്ങനെ? റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ നമുക്ക് സെൻസിബിൾ ഹീറ്റ് അറിയാം 15.43, ലേറ്റൻറ്റ് ഹീറ്റ് അറിയാം 5.38. അപ്പോൾ 15.43 ഡിവൈഡ് ബൈ 15.43 പ്ലസ് 5.38. അത് ചെയ്യുമ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കിട്ടും 0.741 എന്ന്. അപ്പോൾ നമുക്കിപ്പം ഓൾറെഡി ഐ കിട്ടി, ഐ ഓൾറെഡി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി, ഓ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി? റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കിട്ടി. അതിൻ്റെ വാല്യൂ 0.741. അപ്പോൾ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ റൈറ്റ് സൈഡിലുള്ള സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിലിൽ ആ 0.741 മാർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ അലൈൻമെൻറ്റ് സർക്കിളും മാർക്ക് ചെയ്യുന്നു. എന്താണ് അലൈൻമെൻറ്റ് സർക്കിൾ? 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനാണ് അലൈൻമെൻറ്റ് സർക്കിൾ. അപ്പോൾ നമ്മൾ ഈ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിലെ നമ്മുടെ വാല്യൂ എന്താണോ ആ വാല്യൂവും അലൈൻമെൻറ്റ് സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതാണ് AB എന്ന് പറയുന്ന ലൈൻ. ആ ജോയിൻ ചെയ്ത ലൈനാണ് ബേസ് ലൈൻ എന്ന് പറയുക. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ബേസ് ലൈന് പാരലായിട്ട് I എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വന്ന് എവിടെ വന്ന് മുട്ടുന്നു? I എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ കാണുന്ന AB എന്ന് പറയുന്ന ബേസ് ലൈൻ, അതിന് പാരലായിട്ട് I എന്നൊരു ലൈൻ വരച്ച് ആ ലൈൻ വന്ന് സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടുന്ന പോയിൻ്റാണ് പോയിൻ്റ് B, ക്യാപിറ്റൽ B. അപ്പോൾ ഈ IB, അതായത് സ്മോൾ I ക്യാപിറ്റൽ B എന്ന് പറയുന്നതാണ് നമ്മുടെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ.
അപ്പോൾ ഈ ഐ ബി എന്ന് പറയുന്ന ഈ ലൈൻ, ആ ലൈനിൻ്റെ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം സപ്ലൈ കണ്ടീഷൻ. അത് ഇനി കണ്ടെത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ, അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 17 ഡിഗ്രി സെൽഷ്യസ് എന്ന്. സോ 17 ഡിഗ്രി ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ അങ്ങ് വരയ്ക്കുന്നു. ആ വെർട്ടിക്കൽ ലൈൻ ഈ ഐ ബി എന്ന് പറയുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എസ്. അപ്പോൾ നമുക്ക് പോയിൻ്റ് എസ് മാർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഐ ബി എന്ന് പറയുന്ന അതാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. അതിൻ്റെ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം സപ്ലൈ കണ്ടീഷൻ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 17 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് അത് ഐ ബി എന്ന് പറയുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സപ്ലൈ കണ്ടീഷൻ പോയിൻ്റ് എസ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വേണ്ടത്? എ ഡി പി എന്ന് പറയുന്ന പോയിന്റ് കാണണം, അതായത് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ കാണണം. അതോടൊപ്പം തന്നെ ഈ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എത്രയാണ് എന്നുള്ളത് കാണണം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. RSHFൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ എ ബി എന്ന ബേസ് ലൈൻ വരയ്ക്കുന്നു. ദെൻ ആ ബേസ് ലൈന് പാരലായിട്ട് പോയിൻ്റ് ഐന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം അതിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഐ ബി എന്ന് പറയുന്ന ലൈൻ, ആ ഐ ബി എന്ന് പറയുന്ന ലൈനാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. ഇനി 17 ഡിഗ്രി സെൽഷ്യസ് ആണ് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ 17 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് ഐ ബി എന്ന് പറയുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എസ്. അപ്പോൾ നമുക്ക് പോയിൻ്റ് എസ് കിട്ടി. ഇനി പോയിൻ്റ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് എസ്സിലെ എന്തും കണ്ടുപിടിക്കാം. അപ്പോൾ സ്പെസിഫിക് വോളിയം ഓഫ് എയർ അറ്റ് പോയിൻ്റ് എസ്. അപ്പോൾ പോയിൻ്റ് എസ്സിലെ സ്പെസിഫിക് വോളിയം കാണണം. അതിനെ നമ്മൾ VSS എന്ന് വിളിച്ചു. അതിൻ്റെ വാല്യൂ 0.836 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി പോയിൻ്റ് എസ്സിലെ എൻതാൽപ്പി അത് നമുക്ക് ഡയറക്റ്റ് കിട്ടും സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന്. അതിനെ HS എന്ന് വിളിച്ചു. അതിൻ്റെ വാല്യൂ 45. അപ്പോൾ പോയിൻ്റ് എസ്സിലെ അവിടുന്ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരച്ചാൽ നമുക്ക് HS കിട്ടും. അതുപോലെ തന്നെ സ്പെസിഫിക് വോളിയം ലൈൻ നോക്കിക്കൊണ്ട് എത്രയാണ് എസ്സിലെ സ്പെസിഫിക് വോളിയം എന്ന് നമുക്ക് കിട്ടും. ദെൻ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് കാര്യം എമൗണ്ട് ഓഫ് എയർ ഡെലിവേർഡ് ടു ദ റൂം. അപ്പോൾ എത്ര എമൗണ്ട് എയർ ആണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, മീൻസ് MS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ മീറ്റർ ക്യൂബ് പെർ അവർ. അപ്പോൾ റൂം ടോട്ടൽ ഹീറ്റ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു. റൂം ലേറ്റൻ്റ് ഹീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ ലേറ്റൻ്റ് ഹീറ്റും കൂടെ സം ചെയ്ത്, അതുപോലെ റൂം സെൻസിബിൾ ഹീറ്റും നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ സെൻസിബിൾ ഹീറ്റും കൂടെ സം ചെയ്തത്. സോ ആ ലേറ്റൻ്റ് ഹീറ്റ് പ്ലസ് ആ സെൻസിബിൾ ഹീറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഹീറ്റ് കിട്ടും. റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു MS ഇൻറ്റു HI മൈനസ് HS. കാരണം എപ്പോഴും നമ്മൾ റൂം ടോട്ടൽ ഹീറ്റ് ആയിക്കോട്ടെ, റൂം ലേറ്റൻ്റ് ഹീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൂം സെൻസിബിൾ ഹീറ്റ് ആയിക്കോട്ടെ, അതെപ്പോഴും Iയും എസ്സും ആയിട്ടായിരിക്കും നമ്മൾ പറയുക. സോ റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ MS റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന മാസ് ഇൻറ്റു HI മൈനസ് HS. HI എന്താണ്? ഇൻസൈഡ് എയറിൻ്റെ കണ്ടീഷൻ, ഇൻസൈഡ് എയറിൻ്റെ എൻതാൽപ്പി. HS എന്താണ്? ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ എൻതാൽപ്പി. അപ്പം നമുക്കിവിടെ അൺനോൺ ആയിട്ടുള്ളത് MS ആണ്. അപ്പോൾ ആ MSൻ്റെ വാല്യൂ നമുക്ക് കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടുന്നു. അതിനെ പിന്നെ കിലോഗ്രാം പെർ അവറിലേക്ക് മാറ്റുന്നു. ആ മാറ്റിയ വാല്യൂ ആണ് 5675 കിലോഗ്രാം പെർ അവർ എന്ന് കിട്ടുന്നു. ഇത്രയും എമൗണ്ട് മാസാണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുക. ദെൻ അടുത്തത് എമൗണ്ട് ഓഫ് എയർ ഡെലിവേർഡ് ടു ദ റൂം ഇൻ മീറ്റർ ക്യൂബ് പെർ അവർ. അപ്പോൾ നമ്മൾ മാസ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അതിനെ നമുക്ക് മീറ്റർ ക്യൂബ് പെർ അവർ, അതായത് ഡിസ്ചാർജ് എന്ന രീതിയിലേക്ക് മാറ്റണം. അതെങ്ങനെ കിട്ടും? നമ്മളെപ്പോഴും പറയുന്നതാണ് മാസ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ സ്പെസിഫിക് വോളിയം ആണെന്ന്. അങ്ങനെയുള്ള ഡിസ്ചാർജ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് വോളിയം ആയിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് എയർ ഡെലിവേർഡ് ടു ദ റൂം ഇൻ മീറ്റർ ക്യൂബ് പെർ അവർ VS ഈക്വൽ ടു മാസ് ഇൻറ്റു
സ്പെസിഫിക് വോളിയം അറ്റ് പോയിൻ്റ് എസ്. സ്പെസിഫിക് വോളിയം അറ്റ് പോയിൻ്റ് എസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 0.836. മാസ് നമ്മൾ കണ്ടുപിടിച്ചു 5675. സോ 5675 ഇൻറ്റു 0.836 ചെയ്യുമ്പോൾ നമുക്ക് 4745 മീറ്റർ ക്യൂബ് പെർ അവർ എന്ന് കിട്ടും. അപ്പം ഇത്രയാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഫ്ലോ റേറ്റ്. ഇതിന് അടുത്തതാണ് പെർസെൻറ്റേജ് ഓഫ് റീസർക്കുലേറ്റഡ് എയർ. ഇപ്പം എത്ര എമൗണ്ട് എയർ ആണ് റീസർക്കുലേറ്റ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് കാണണം. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫ്രഷ് എയർ സപ്ലൈ ചെയ്യുന്നു. ആ ഫ്രഷ് എയറിൻ്റെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 1600 മീറ്റർ ക്യൂബ് പെർ അവർ. അങ്ങനെയെങ്കിൽ ഫ്രഷ് എയറിൻ്റെ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? MO ഈക്വൽ ടു ഫ്രഷ് എയറിൻ്റെ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഫ്രഷ് എയറിൻ്റെ സ്പെസിഫിക് വോളിയം. 1600 ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം കറസ്പോണ്ട്സ് ടു പോയിൻ്റ് O. ഓയിൽ എന്താണോ സ്പെസിഫിക് വോളിയം ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് എയറിൻ്റെ മാസ് കിട്ടുന്നു 1784 കിലോഗ്രാം പെർ അവർ എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ്. ഇപ്പോൾ ടോട്ടൽ മാസ് നമ്മൾ ഓൾറെഡി 5675 എന്ന് കിട്ടി കിലോഗ്രാം പെർ അവർ. അതോടൊപ്പം നമുക്ക് ഫ്രഷ് എയറിൻ്റെ മാസ് കിട്ടി 1784 കിലോഗ്രാം പെർ അവർ. അങ്ങനെയെങ്കിൽ റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ഫ്രഷ് എയറിൻ്റെ മാസ്. അതെത്രയാണ്? 3891 കിലോഗ്രാം പെർ അവർ എന്ന് കിട്ടി. ഇനി അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അതെങ്ങനെ? റീസർക്കുലേറ്റഡ് എയറിൻ്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് 68.6% ഇത് കിട്ടുന്നു. അപ്പോൾ റീസർക്കുലേറ്റഡ് എയറിൻ്റെ എമൗണ്ട് 68.6% ആണ്. അപ്പോൾ കാരണം നമുക്ക് മനസ്സിലായി, യുവതിയും തന്നെ മനസ്സിലായി, റീസർക്കുലേറ്റഡ് എമൗണ്ട് എയറിൻ്റെ എമൗണ്ട് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഫ്രഷ് എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ I എന്ന കണ്ടീഷനിലുള്ള റീസർക്കുലേറ്റഡ് എയറും O എന്ന കണ്ടീഷനിലുള്ള ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്ന ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ, അതായത് പോയിൻ്റ് M കൂടുതലും ആരോടായിരിക്കും അടുത്തിരിക്കുക? I എന്ന പോയിൻറ്റിനോടായിരിക്കും അടുത്തിരിക്കുക. കാരണം റീസർക്കുലേറ്റഡ് എയറിൻ്റെ എമൗണ്ട് ആണ് കൂടുതൽ. അപ്പോൾ M കൂടുതലും അടുത്തിരിക്കുക പോയിൻ്റ് I ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിൻ്റ് എമ്മിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ 68.6% എയറാണ് റീസർക്കുലേറ്റഡ് എയർ. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? പോയിൻ്റ് ഐയിലെ കണ്ടീഷൻ എന്താണോ അത് തന്നെയാണ് റീസർക്കുലേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഇനി ഫ്രഷ് എയർ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 100 മൈനസ് 68.6 ചെയ്താൽ 31.4% കിട്ടും. അപ്പോൾ 31.4% ഔട്ട്സൈഡറാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ O ആണ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് റീസർക്കുലേറ്റഡ് എയറും ഇത്രയും പെർസെൻറ്റേജ് ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് പോയിൻ്റ് M. അപ്പം നമുക്കിനി പോയിൻ്റ് M കാണണം. അപ്പോൾ ഫ്രഷ് എയർ നമ്മൾ എത്ര പെർസെൻറ്റേജാണ് ഇവിടെ എടുക്കുന്നത്? 31.4%. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഈ IM എന്ന് പറയുന്ന നീളം ഈ IO എന്ന് പറയുന്ന നീളത്തിൻ്റെ 31.4% ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് ലെന്ത് IM. ഈ IM എന്ന് പറയുന്ന നീളം ഈക്വൽ ടു 0.314, അതായത് 31.4% ഓഫ് ലെന്ത് OI. ലെന്ത് OI ഓർ IO. ലെന്ത് OI, അതായത് ഈ ടോട്ടൽ നീളത്തിൻ്റെ 31.4% എന്ന് പറയുന്നതാണ് ഏത് നീളം? IM എന്ന് പറയുന്ന നീളം. സോ ഔദ്യം നമുക്ക് എന്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? പോയിൻ്റ് M ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പോയിൻ്റ് M സൈക്കോമെട്രിക് ചാർട്ടിൽ ലൊക്കേറ്റ് ചെയ്തു. പോയിൻ്റ് M ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോയിൻ്റ് എമ്മിലെ എൻതാൽപ്പി കിട്ടും, പോയിൻ്റ് എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. കാരണം പോയിൻ്റ് എമ്മിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നമുക്ക് ഡ്രൈ ബൾബ് കിട്ടും, ഒരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരച്ചാൽ നമുക്ക് എമ്മിലെ എൻതാൽപ്പി കിട്ടും. അപ്പോൾ ഈ M എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ കൂളിംഗ് കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ.
ഓക്കെ, ഓൾറെഡി നമ്മളിപ്പോൾ എസ് മാർക്ക് ചെയ്തു, ഐയും ഒയും നേരത്തെ മാർക്ക് ചെയ്തു, ഇപ്പോൾ നമുക്ക് എമ്മും മാർക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് ആരാ മാർക്ക് ചെയ്യാനുള്ളത്? ADP ആണ്. അപ്പോൾ ഈ എമ്മും ഈ എസ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ദെൻ ഈ എമ്മും എസ്സും ജോയിൻ ചെയ്തതിന് ശേഷം ആ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. ആ മുട്ടുന്ന പോയിൻ്റാണ് ADP. അപ്പോൾ ഈ പോയിന്റിലെ ഡ്രൈ ബൾബ് ഓർ വെറ്റ് ബൾബ് എന്താണോ അതായിരിക്കും അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ എമ്മിലെ എൻതാൽപ്പിയും അതുപോലെ ഡ്രൈ ബൾബും കണ്ടുപിടിച്ചു. ഇനി അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഡ്, റെഫ്രിജറേഷൻ ലോഡ് ഓൺ ദ കോയിൽ. അതെങ്ങനെ കിട്ടും? കോയിലിലൂടെ എത്ര എമൗണ്ട് മാസ് ഫ്ലോ ചെയ്തത്? MS എന്ന് പറയുന്ന ടോട്ടൽ മാസാണ്, മിക്സ്ചറിൻ്റെ മാസാണ്. കോയിലിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എമ്മും കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എസ്സും ആണ്. സോ MS ഇൻറ്റു HM-HS. അതോടൊപ്പം തന്നെ ഈ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ഈ എയർ, ഒരു ഫാനുണ്ട്, നമ്മൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണിച്ചായിരുന്നു. ഒരു ഫാൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര് വരുന്നത്? കൂളിംഗ് കോയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂളിംഗ് കോയിൽ ഏത് ഹീറ്റും കൂടെ കൺസിഡർ ചെയ്യണം? ഈ ഫാൻ ആഡ് ചെയ്ത ഹീറ്റും കൂടെ കൺസിഡർ ചെയ്യണം. സോ MS ഇൻറ്റു HM-HS ഉണ്ട്. അതോടൊപ്പം തന്നെ ഫാൻ മൂലം ഉണ്ടായ ഹീറ്റ്, അതായത് ഫാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഹീറ്റ് ആ എയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഹീറ്റിനെയും ആര് റിമൂവ് ചെയ്യണം? കൂളിംഗ് കോയിൽ റിമൂവ് ചെയ്യണം. സോ MS അറിയാം, ഈ HM-ഉം SM-ഉം HS-ഉം നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും. ദെൻ ഫാൻ ആഡ് ചെയ്ത ഹീറ്റ് 7.6 തന്നിട്ടുണ്ട്. സോ നമുക്ക് 38.5 കിലോവാട്ട് എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളതിനെ TRയിലേക്ക് മാറ്റുന്നു. 1 TR എന്ന് പറഞ്ഞാൽ 3.5 കിലോവാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ബൈ 3.5 ചെയ്തു. സോ നമുക്ക് ആ റെഫ്രിജറേഷൻ കോയിലിൻ്റെ ലോഡ് എന്ന് പറയുന്നത് 11 TR എന്ന് കിട്ടുന്നു. കോയിലിൻ്റെ ലോഡ് 11 TR. ദെൻ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കാണണം. ഞാനത് ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഒയും എം മാർക്ക് ചെയ്യാൻ പറ്റി, എസ് മാർക്ക് ചെയ്യാൻ പറ്റി. ഇനി ഈ എമ്മും എസ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ, ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാറ്റുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ആ പോയിൻറ്റിലെ ടെമ്പറേച്ചറാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അത് നമ്മൾ സൈക്കോമെട്രി ചാർട്ടിൽ നിന്ന് 14.6 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് അടുത്തത് കാണുന്നത് ബൈപ്പാസ് ഫാക്ടറാണ്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഇൻലെറ്റ് എമ്മും കോയിലിൻ്റെ എക്സിറ്റ് എസ്സും ആണ്. സോ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ADP ഡിവൈഡ് ബൈ എമ്മിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ADP. ഇപ്പോൾ ADP അറിയാം, എസ്സിലെ ഡ്രൈ ബൾബ് അറിയാം, എമ്മിലെ ഡ്രൈ ബൾബ് അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബൈപ്പാസ് ഫാക്ടർ 0.161 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ പ്രോബ്ലം. അവസാനത്തെ പ്രോബ്ലം ലോഡ് എസ്റ്റിമേഷനാണ്. അവിടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ സെൻസിബിൾ ഹീറ്റിനെയും അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് മോഡ്യൂൾ 6 ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.